മീനാക്ഷി എൻ്റെ കൂടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ആളാണെന്ന് നടൻ ദിലീപ്. ഇത്രയും വിഷയങ്ങളുണ്ടായ സമയത്ത് അവൾ +2 പഠിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പ്രശ്നങ്ങൾ തീർന്നില്ലെങ്കിലും അവൾ ഡോക്ടറായി ഇവിടെ ആസ്റ്ററിൽ ജോയിൻ ചെയ്തു. അവൾ എൻ്റെ ഏറ്റവും ബലമുള്ള ആളാണ്. എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന, എനിക്കെല്ലാത്തിനും കൂടെ നിൽക്കുന്ന മകളാണ്. ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോൾ തളരാൻ പാടില്ലല്ലോ. നമ്മൾ കാണാത്ത കേൾക്കാത്ത കാര്യങ്ങളാണല്ലോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെയെല്ലാം ഫൈറ്റ് ചെയ്യണമല്ലോ. ഞാൻ ഒരാളല്ല, എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് കുടുംബമുണ്ട്, ഫാമിലിയാണ്, വ്യക്തികളല്ല. ഞാൻ അവരെയാണ് നോക്കുന്നത്. കോവിഡ് കാലത്ത് പോലും ഞാൻ എൻ്റെ ഒരു ജോലിക്കാരെ പറഞ്ഞു വിട്ടിട്ടില്ല. എല്ലാവർക്കും ഞാൻ എന്നാൽ കഴിയുന്ന സഹായം ചെയ്തിട്ടുണ്ട്. എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളെ പോലും എനിക്ക് തള്ളിക്കളയാനുമാകില്ല. അപ്പോൾ ഫൈറ്റ് ചെയ്യുമെന്നും ദിലീപ് പറയുന്നു. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ആരെയും കുറച്ച് കാണാൻ പാടില്ല, ആരെയും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. കാരണം ആരെങ്കിലും കുറച്ച് കണ്ടാൽ നാളെ നമുക്ക് വരുന്ന അവസ്ഥ എന്താണെന്ന് പ്രവചിക്കാനാകില്ല. നമ്മൾ ആരെയും ഇൻസൾട്ട് ചെയ്തോ അവരുടെ പിറകെ നമ്മൾ പോകേണ്ടി വരും. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആരെയും ഇൻസൾട്ട് ചെയ്യാൻ പോയിട്ടില്ലെന്നും ദിലീപ് പറയുന്നു. എല്ലാവർക്കും ഒരു കഴിവുണ്ട്. നമ്മൾ ആരെങ്കിലും കുറച്ച് കണ്ടാൽ അവരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ജീവിതത്തിൽ എപ്പോഴെങ്കിലും വേണ്ടി വരുമെന്നും ദിലീപ് പറയുന്നു. ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായി ഇരിക്കുന്ന സമയത്ത് തന്നെ കാറിൻ്റെ ഫ്രണ്ടിൽ നിന്നും എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. അന്ന് എന്നെ പുറത്ത് ഇറക്കി വിട്ട ആൾ തന്നെ എൻ്റെ പെട്ടിയെടുത്ത് ഡോർ തുറന്ന് തന്നിട്ടുമുണ്ടെന്നും ദിലീപ് പറഞ്ഞു. കാർത്തിക് സൂര്യയ്ക്ക് ഒപ്പം വിശേഷങ്ങൾ പങ്കിടുന്ന സമയത്തിലാണ് മകളെക്കുറിച്ച് ദിലീപ് കൂടുതൽ വാചാലനായത്. ചേട്ടനെ സമ്മതിക്കണം, എങ്ങനെയാണ് ഇത്രയും വിഷയങ്ങളെ ഫൈറ്റ് ചെയ്ത് നേരിടുന്നതെന്ന് കാർത്തിക് സൂര്യ ചോദിക്കുമ്പോഴായിരുന്നു ദിലീപിൻ്റെ മറുപടി. എൻ്റെ സിനിമയിൽ അഭിനയിക്കുമോ എന്ന് കാർത്തിക് സൂര്യ ചോദിക്കുമ്പോൾ ഉറപ്പായും അഭിനയിക്കും. സിനിമ അങ്ങനെയാണ്, ആർക്കും പ്രവചിക്കാൻ കഴിയില്ലെന്നും ദിലീപ് പറഞ്ഞു. ഇപ്പോൾ മീനാക്ഷി ആസ്റ്ററിൽ ജോലി ചെയ്തതിൻ്റെ സന്തോഷത്തിലാണ് താരകുടുംബം.